നമസ്കാരം. വടകരയിൽ തിരഞ്ഞെടുപ്പ് തലേന്ന് സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കാൻ വർഗീയ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചവരെ ഇതുവരെ പിടികൂടിയിട്ടില്ല കേരള പോലീസ്. കാഫിറായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് ലീഗ് പ്രവർത്തകർ പ്രചരണം നടത്തുന്നു എന്നായിരുന്നു സ്ക്രീൻഷോട്ടുകൾ. ഇത് ആദ്യം വന്നത് റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ തുടങ്ങിയ CPM പ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തവരെയും കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത CPM പ്രവർത്തകർ എവിടെ നിന്ന് കിട്ടി അവ എന്ന് പറയുന്നില്ല. ഇവരെ സാക്ഷികളായി പരിഗണിച്ച് താലോലിച്ച് വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മാതൃകമ്പനിയായ മെറ്റയ്ക്ക് കത്തയച്ച് കാത്തിരിക്കുകയാണ് കേരള പോലീസ്. മുഖ്യമന്ത്രി ഇതൊക്കെ പത്രത്തിൽ വായിച്ചതല്ലാതെ ഒന്നും അറിഞ്ഞിട്ടുമില്ല. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഹീനവും നീചവുമായ ഈ പ്രചാരണ തന്ത്രം പയറ്റിയവരെ കയ്യാമം വയ്ക്കുന്നതിന് തടസ്സം എന്താണ്? ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കലാപത്തിനോ കാഫിർ? വർഗീയ പ്രചാരണം CPMനെ തിരിഞ്ഞുകുത്തുന്നോ? പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നോ? ഷാഫി പറമ്പിലിനോട് മാപ്പു പറയേണ്ടേ? ഈ ചർച്ചയിൽ ശ്രീ PK മുഹമ്മദ് കാസിം, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചത്, MSF നേതാവാണ്. ഒപ്പം ശ്രീ മുഹമ്മദ് അഫ്സൽ, DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPM, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ മുഹമ്മദ് അഫ്സൽ, നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ PK മുഹമ്മദ് കാസിം, അദ്ദേഹം താങ്കളെപ്പോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനാണ്, യുവജന സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അത് വെറും ക്രിമിനൽ കേസല്ല, 153A കേസാണ്. സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കി എന്ന കേസിൽ വടകര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 410/2024 കേസിലെ പ്രതിയാണ് അദ്ദേഹം. നിങ്ങൾ കൊടുത്ത CPM കൊടുത്ത പരാതിയിലാണ് ആ കേസ്. എന്തിനാണ് ഈ ചെറുപ്പക്കാരനെ വേട്ടയാടിയത് എന്നതിനുള്ള സമാധാനം ആര് പറയും? വടകരയിലെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനോ CPIMനോ യാതൊരു പങ്കുമില്ല. ഈ സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന നിലയുണ്ടായത്. സ്ക്രീൻഷോട്ട് പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ CPIMൻ്റെ വടകര പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി, അതിൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഭാസ്കരൻ മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് ആര് തന്നെ പ്രചരിപ്പിച്ചാലും അത് തെറ്റാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അല്ല ശ്രീ അഫ്സൽ, പരാതി കൊടുത്തു, ആ പരാതി പോലീസ് അന്വേഷിച്ചല്ലോ, ആ പരാതി പോലീസ് അന്വേഷിച്ചു. ആ അന്വേഷണം സംബന്ധിച്ച വിവരം ഹൈക്കോടതി മുൻപാകെ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. വടകര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലീസിന് കണ്ടെത്താനായിട്ടുള്ള ഈ സ്ക്രീൻഷോട്ടിന്റെ ആദ്യത്തെ ട്രേസ് എന്ന് പറയുന്നത് 25-ാം തീയതി 2 മണിക്കാണ്, 2:13-നാണ്. അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ 2:13 പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സംഘടനാ പ്രവർത്തകനാണ്. വടകരയിൽ സുപ്രധാനമായ ചുമതലയിൽ DYFIയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ആദ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം. എവിടെ നിന്ന് കിട്ടിയതാണ്? സ്വന്തമായിട്ടുണ്ടാക്കിയതാണോ? എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ? പോലീസ് ചോദിച്ചിട്ട് നിങ്ങളുടെ പ്രവർത്തകൻ ഇതുവരെ ഒരു ഉത്തരം കൊടുത്തിട്ടില്ല. ഇവിടെ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിനകത്തും ഇത്തരത്തിലുള്ള പ്രചരണം വന്നാൽ ഈ കമ്പനിയോട് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെടുകയും ആ കമ്പനി കിട്ടുന്ന മറുപടിക്കനുസരിച്ചാണ് നിയമപരമായി നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇവിടെ ഇതിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്തി സാധിച്ചിട്ടില്ല. അല്ല, അതിന്റെ ഉറവിടം പറയുന്ന വിധത്തിൽ അഫ്സലെ, അതിന്റെ ഉറവിടം കമ്പനി പറയുന്നതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് റിബേഷ് രാമകൃഷ്ണന് പറയാലോ. ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കൂ റിബേഷിനോട്. റിബേഷ്, എവിടെ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് കിട്ടിയത്? താങ്കൾ അത് റെഡ് എൻകൗണ്ടറിൽ 2:13 25-ാം തീയതി ഏപ്രിൽ പോസ്റ്റ് ചെയ്തതാണല്ലോ. റിബേഷിനോട് പോലീസ് ചോദിച്ചിട്ട് പറഞ്ഞില്ല. CPMന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിബേഷിനോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ പോരെ? സുക്കർബർഗ് പറയണ്ടല്ലോ, റിബേഷ് പറഞ്ഞാൽ പോരെ? അഭിലാഷേ, ഇവിടെ ഈ സ്ക്രീൻഷോട്ട് ആരാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ്
കൃത്യമായ അന്വേഷണം നടത്തുകയാണല്ലോ. ഏതെങ്കിലും വിധത്തിൽ ഇത് ഒളിച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ, മറച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ അന്വേഷണം നടത്താതെ പോകാമല്ലോ. ഇവിടെ ഈ പറയുന്ന വിധത്തിൽ ഈ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്തുക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഉറവിടം കണ്ടെത്തിക്കൊണ്ട് പറയേണ്ടത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. റിബേഷ് രാമകൃഷ്ണൻ എന്ന പ്രധാനപ്പെട്ട ഭാരവാഹിയായ റിബേഷ് രാമകൃഷ്ണൻ 2/13 പോസ്റ്റ് ചെയ്ത റെഡ് എൻകൗണ്ടറിൽ പോസ്റ്റ് ചെയ്ത ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഏതാണ് എന്ന് റിബേഷ് രാമകൃഷ്ണനല്ലേ പറയേണ്ടത്? നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനാണ്. പോലീസ് അയാളെ 22ാം സാക്ഷിയാക്കി മൊഴിയെടുത്ത് വിട്ടയക്കുകയാണ്. എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അയാൾ ഉണ്ടാക്കിയതാണോ വേറെ ആരെങ്കിലും കൊടുത്തതാണോ? ഇതാണല്ലോ അവിടുത്തെ പ്രശ്നം. ആ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹത്തെ 22ാം സാക്ഷിയാക്കി പോലീസ് ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യണ്ടേ? പൊതുസമൂഹത്തിൽ ആദ്യമായി പോലീസിന്റെ കണ്ടെത്തലനുസരിച്ച് ആദ്യമായി ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് 25 ഏപ്രിൽ 2/13 അത് പോസ്റ്റ് ചെയ്ത ആൾ 22ാം സാക്ഷിയായി തെക്ക് വടക്ക് നടക്കുകയാണ്. എന്നിട്ട് സുക്കർബർഗ് പറയട്ടെ എന്ന് കേരള പോലീസ് ഹൈക്കോടതിയിൽ പറയാണ്. ഇവിടെ നിങ്ങൾ പറയുന്ന റെഡ് എൻകൗണ്ടർ ആയാലും റെഡ് ബറ്റാലിയൻ ആയാലും അതോടൊപ്പം തന്നെ പോരാളി ഷാജി ആയാലും മറ്റ് ഫേസ്ബുക്ക് പേജായി കഴിഞ്ഞാലും അതിൻ്റെ ഔദ്യോഗികമായി ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ അല്ല. ഇവിടെ റിബേഷിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഫോൺ ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോവുകയാണല്ലോ. അന്വേഷിച്ച് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ അഭിലാഷ് മനസ്സിലാക്കേണ്ട കാര്യം CPIM-നെ സംബന്ധിച്ചോ പണ്ട് നമ്മൾ ഇത് മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ ആരാറിയില്ല, അല്ലെങ്കിൽ അമ്പാടി മുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞാൽ ആരാറിയില്ല എന്നൊക്കെ പറയായിരുന്നു. ഇവരൊക്കെ അനോണിമസ് ആണെന്ന് പറയായിരുന്നു. റിബേഷ് രാമകൃഷ്ണൻ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകനല്ലേ? നിങ്ങളുടെ നേതാവല്ലേ? DYFIയുടെ ഭാരവാഹിയല്ലേ? അയാളല്ലേ പോസ്റ്റ് ചെയ്തത്? അപ്പൊ അയാളോട് ചോദിച്ചാൽ പറയില്ലേ ഉറവിടം? പിന്നെ എന്തിനാണ് പോലീസ് കാത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അയാൾ അത് പറയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി അയാളെ കൊണ്ടത് പറയിപ്പിക്കാത്തത്? നമ്മുടെ നാട്ടിൽ എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, എത്രയോ ഫേസ്ബുക്ക് പേജുകളുണ്ട്. നിഷ്കളങ്കരായ ആരെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും പ്രചരണം കണ്ട് ഏതെങ്കിലും ഗ്രൂപ്പിലിട്ടു എന്ന് കരുതിക്കൊണ്ട് അവരെ കുറ്റക്കാരായി വിധിക്കാൻ എനിക്കോ അഭിലാഷിനോ സാധിക്കുന്ന എവിടെ നിന്ന് കിട്ടി എന്ന് പറയാൻ എന്താണ് തടസ്സം? നോക്കൂ, PK മുഹമ്മദ് കാസിം എന്ന MSFന്റെ നേതാവ് ഈ കേസിൽ സാമുദായിക സ്പർദ്ധ വളർത്തിയതിന് 153A കേസിൽ കുടുങ്ങി ആ നിയമ നടപടി നേരിടുകയാണ്. ഇവിടെ റിബേഷ് പോസ്റ്റ് ചെയ്ത ആ സ്ക്രീൻഷോട്ട് ആരുണ്ടാക്കിയതാണ്? റിബേഷിന് എവിടുന്നാണ് കിട്ടിയത്? റിബേഷ് ഇത് പോസ്റ്റ് ചെയ്തതാണ് ആദ്യമായി പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളത്. അതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എവിടെ നിന്ന് കിട്ടിയെന്നൊരു ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകന് പറയാൻ കഴിയുന്നില്ല എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അയാൾക്ക് മറയ്ക്കാനുണ്ടെന്നാണ്. ഒരു പക്ഷേ അയാൾ ഉണ്ടാക്കിയതാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തതാവാം. അതറിഞ്ഞാൽ ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന് നമുക്കിപ്പോൾ പ്രഖ്യാപിക്കാം. ഇവിടെ അഭിലാഷെ, ഈ വടകരയിൽ നടന്നിട്ടുള്ള ഒരു പ്രചരണ രീതിയുണ്ട്. ഞാൻ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം UDF വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ നടത്തിയിട്ടുള്ള പ്രചരണം നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആയിരിക്കാം ടീച്ചർക്കെതിരായി. അതോടൊപ്പം തന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സാമുദായിക കലാപം പോലും ഉണ്ടാക്കാൻ പോകുന്ന വ്യാജ നിർമ്മിതിക്കുള്ള കാരണമല്ല, ന്യായീകരണമല്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടന്നു, അല്ലെങ്കിൽ നടക്കുന്നു, നടന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മുടെ നാട്ടിൽ ഒരു കലാപം തന്നെ ഉണ്ടാക്കാൻ ശക്തിയുള്ള വിധത്തിലുള്ള ഒരു വ്യാജ പ്രചാരണത്തിന് ന്യായമേ അല്ല. അത് നടത്തിയിട്ടുള്ള റിബേഷ് രാമകൃഷ്ണൻ DYFIയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്. റെഡ് എൻകൗണ്ടർ എന്ന CPM അനുഭാവികളുടെ ഗ്രൂപ്പിൽ ആദ്യം വരുന്നു. അതിനുശേഷം റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന CPM അനുഭാവികളുടെ ഗ്രൂപ്പിൽ വരുന്നു. അവിടെ നിന്നത് അമ്പാടി മുക്ക് സഖാക്കൾ എന്ന CPM അനുഭാവികളുടെ പേജിൽ വരുന്നു. അവിടെ നിന്നത് പോരാളി ഷാജി എന്ന CPM അനുഭാവികളുടെ മറ്റൊരു ഫേസ്ബുക്ക് പേജിൽ വരുന്നു. നാട്ടുകാർ മുഴുവൻ ഷെയർ ചെയ്യുന്നു. സമൂഹം ഡിവൈഡഡ് ആകുന്നു. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കലുഷിതമാകുന്നു. ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായേനെ. ആരാണ് ഉത്തരവാദി എന്നുള്ളത് കണ്ടുപിടിക്കൽ ചെറിയ കാര്യമല്ല. അത് DYFIയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയിൽ നിന്നാണ് എങ്കിൽ അതിനെ നമുക്ക് ലാഘവത്വത്തോടു കൂടി കാണാൻ കഴിയില്ല ശ്രീ അഫ്സൽ. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോഴും 22ാം സാക്ഷിയായിട്ട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ബാക്കി ഫേസ്ബുക്കിന്റെ ഇവിടുത്തെ മെറ്റയുടെ ബന്ധപ്പെട്ട ആൾ നോഡൽ ഓഫീസർ ഉത്തരം പറയട്ടെ, ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും പോലീസ്. ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിക്കാം,
ഇതിൻ്റെ ഉറവിടമാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ പ്രചരണം നടത്തിയ 1-2 ആളുകൾ ഏതെങ്കിലും വിധത്തിൽ പ്രചരണം നടത്തിയത് കൊണ്ട് അവരെ കുറ്റക്കാരായി വിധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതല്ല. നമുക്ക് കാത്തിരിക്കാലോ. ഇവിടെ ഫേസ്ബുക്കും വാട്സപ്പും അതോടൊപ്പം തന്നെ മെറ്റ ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ കുറ്റക്കാർ ആരെന്ന് കണ്ടെത്താമല്ലോ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇന്ന് വരെ ആ നിലയിലുള്ള വർഗീയമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാലോ, നാദാപുരം നിയമസഭാ മണ്ഡലത്തിൽ 2001 നടന്നിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നതാണോ? ഇവിടെ അഴീക്കോട് മണ്ഡലത്തിനകത്ത് അഴീക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടെ KM ഷാജി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കിപ്പോ അറിയേണ്ടത് ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അഭിലാഷ്, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ഒരു ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ വർഗീയമായ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത് തെരഞ്ഞെടുപ്പിനകത്ത് 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഈ പറയുന്ന വർഗീയപരമായ മതപരമായ വേർതിരിവുണ്ടാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാറില്ല. ഇവിടെ നേരത്തെയുള്ള ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക. അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പൊതുസമൂഹത്തിന് കൂടുതലുള്ള കാര്യങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. അഭിലാഷേ, ഇപ്പോഴും നിങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ പറയുന്ന ഇതിന്റെ ഉറവിടം പോലീസ് തന്നെ പറയുന്നുണ്ട്, കണ്ടെത്തിയിട്ടില്ല. പോലീസ് ആരാണ് ഭരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. ആ ആഭ്യന്തരമന്ത്രിക്ക് കീഴിലാണ് കേരള പോലീസ്. കേരള പോലീസ് കേസെടുത്ത് പരിശോധിച്ചിട്ട് കേരള പോലീസ് പറയാണ്, കേരള പോലീസിന് ആദ്യമായി ഈ മെസ്സേജ്, അതിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ കാണാൻ കഴിഞ്ഞത് 2/13 ഏപ്രിൽ 25-നാണ്. അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് റിബേഷ് രാമകൃഷ്ണൻ എന്ന ആളാണ്. റിബേഷ് രാമകൃഷ്ണനോട് കേരള പോലീസ് ചോദിച്ചു, റിബേഷെ എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? റിബേഷ് പറഞ്ഞില്ല. റിബേഷിനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഉറവിടം കണ്ടെത്തിയിട്ടില്ല. ഉറവിടം കണ്ടെത്താനാവാതെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഹൈക്കോടതിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് കേരള പോലീസ്. റിബേഷിനെ വിളിച്ച് ചോദിച്ച കേരള പോലീസിനോട് റിബേഷ് പറയും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്നും ആരാണ് ഉണ്ടാക്കിയതെന്നും. ചോദിക്കണ്ടേ? അത് ചോദിക്കേണ്ടത് പോലീസാണ്. അത് ചോദിക്കാതെ കേരള പോലീസ് ഹൈക്കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ നോഡൽ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, ആ കത്ത് വന്നാൽ ഉടനെ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അഭിലാഷേ, ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, പിണറായി നിയന്ത്രിക്കുന്ന പോലീസാണ്, പോലീസിന് നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ റിബേഷിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒളിച്ചുവെക്കൽ നടത്താൻ പറ്റുമല്ലോ. ഇവിടെ പോലീസ് ശരിയായ നിലയിൽ അന്വേഷണം നടത്തി വരികയാണ്. ആരൊക്കെ ആദ്യം പോസ്റ്റ് ഇട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം പുറത്തു വന്നു. ഇനി ഇതിപ്പോ അറിയേണ്ടുന്ന കാര്യം ഇതിന്റെ ഉറവിടമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് എവിടെന്നെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയപ്പോ അത് ഏതെങ്കിലും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായി ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതല്ല. ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വർഗീയ പ്രചാരണത്തിൽ നടക്കേണ്ടത്. അങ്ങനെ ആ തരത്തിലുള്ള ഒരു ന്യായം പറഞ്ഞു പോക്ക് അസാധ്യമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം മറ്റുള്ള ആളുകളിലേക്ക് പോയതിനു ശേഷം. ശ്രീ PK മുഹമ്മദ് ഖാസിം, ഇപ്പോൾ താങ്കളാണ് ഈ കേസിന് ആദ്യം പ്രതിയായത്. 410/2024 കേസ് CPM-ന്റെ ഭാസ്കരൻ മാസ്റ്റർ വടകര പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അതനുസരിച്ച് താങ്കൾ ഈ കേസിൽ പ്രതിയാവുന്നു. താങ്കൾ ഒരു യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന പേജിൽ ഇങ്ങനെ ഒരു സന്ദേശം ഇട്ടു എന്നുള്ളതായിരുന്നു കേസ്. ഇപ്പോഴും പോലീസ് പറയുന്നത്, ഹൈക്കോടതിയിൽ പോലീസ് പറഞ്ഞിട്ടുള്ളത് താങ്കളുടെ പങ്ക് റൂൾ ഔട്ട് ചെയ്തിട്ടില്ല, സ്വന്തം സിം അല്ലാതെ വേറെ എന്തെങ്കിലും സിം വെച്ച് ഇങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഞങ്ങൾ ആദ്യമേ പറയുന്നത്, ഇത് വടകരയിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി CPM ഹാൻഡിലുകൾ ഉണ്ടാക്കിയ ഒരു വർഗീയ പോസ്റ്റാണ് എന്നുള്ളത്. അത് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ കേരള പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിലെ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത് കണ്ടു, എങ്ങനെയാണ് റിബേഷ് പ്രതിയാവുക എന്നുള്ളത്. ഞങ്ങൾ ചോദിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ ഹാൻഡിലുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ്. അത് തെളിയിക്കുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM വളരെ കൃത്യമായി ഇതിനെതിരെ ഒരു പ്രചരണങ്ങൾ നടത്തുമ്പോൾ CPM ഹാൻഡിലുകളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2/13 ആദ്യമായിട്ട് റെഡ് എൻകൗണ്ടർ എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു. 2/33
റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നു. 3 മണിയോടുകൂടി അമ്പാടിമുക്ക് സഹാക്കൾ കണ്ണൂർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നു. 8:20 പോരാളി ഷാജി എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് വരികയാണ്. ഈ രീതിയിലാണ് ഇതിനെ വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാദ്യം ഷെയർ ചെയ്തിട്ടുള്ളത് വടകര DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടുള്ള റിബേഷ് എന്ന് പറയുന്ന CPMൻ്റെ അനുഭാവിയല്ല, CPMൻ്റെ പ്രവർത്തകനാണ്. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ ഇത് ചെയ്തിട്ട് എൻ്റെ പേരിൽ ഞാൻ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ തിരുവള്ളൂർ മേഖലകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു ആളാണ്. എന്നെപ്പോലെയുള്ള ഒരാളെ ഇങ്ങനെ തേജോവധം ചെയ്തുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന CPMൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇതിൽ കേരള ഹൈക്കോടതിയിൽ സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് അങ്ങ് പോവാറാണ് പതിവ്. ഇപ്പൊ താങ്കൾ പരാതി കൊടുത്തു, താങ്കൾ ആ പരാതി ഫോളോ ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് കോടതികളെ സമീപിച്ചു. അതുകൊണ്ട് മാത്രമാണ് പോലീസ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ പൂർണ്ണമൊന്നുമല്ല, ഇത്രയെങ്കിലും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും പലരും അത്ര ഗൗരവത്തോടെ എടുക്കാറില്ല, അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് പോവാറില്ല. അവർ ആ ചാപ്പ ആജീവനാന്തകാലം വഹിക്കേണ്ടി വരികയും ചെയ്യും. ഇപ്പൊ താങ്കൾക്കെതിരെ ഒരു കാര്യം വന്നപ്പോൾ താങ്കൾ അത് പരാതിയായി ഒരു പോരാട്ടമായി മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത് പോലും. ഇല്ലെങ്കിൽ എന്തുണ്ടാവാനാ? യെസ്, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ 3 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്ത് തന്നെ വടകര DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. വീണ്ടും SP-ക്ക് പരാതി നൽകി, CIക്ക് പരാതി നൽകി. അവിടെ നിന്നൊന്നും പരാതിക്ക് മറുപടി കിട്ടാതായപ്പോൾ DGPക്ക് പരാതി നൽകി. എന്നിട്ടൊന്നും എൻ്റെ പേരിൽ ഞാൻ കൊടുത്ത പരാതിയിൽ FIR ഇടാനോ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. അവസാനം 1 മാസത്തോളം ഇത് നീണ്ടു നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഞാൻ വീണ്ടും ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയുണ്ടായി. പോലീസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതലും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇത് അന്വേഷിച്ച് ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ബാധ്യതയായി മാറുകയാണ്. കാരണം വർഗീയത ധ്രുവീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം വടകരയിൽ നടത്തുമ്പോൾ അതിൽ കരുവാകുക എന്ന് പറയുമ്പോൾ കൃത്യമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ട്. ഞാൻ പൊതു രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൃത്യമായി എനിക്കതിൽ മാനനഷ്ടമുണ്ടായിട്ടുണ്ട്. അത് ഇന്ന് വരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളുണ്ട്. നേരത്തെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയാറുണ്ട് ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകയാണ് KK ശൈലജ ടീച്ചർ എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇതുപോലെയുള്ള വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഒരു പോസ്റ്റ് വെച്ചുകൊണ്ട് CPMന് വോട്ട് പിടിക്കേണ്ടി വന്ന സാഹചര്യം വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ CPM ഈ രീതിയിലേക്ക് വടകരയെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വടകരയെ കലാപഭൂമിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞു വരുന്നതാണ്, വെറുതെ പോലീസ് റിപ്പോർട്ട് കൊടുത്തതല്ല. നിലവിൽ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1 മാസത്തോളം ഇതിന്റെ പിന്നാലെ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു തീരുമാനവും വരാതായപ്പോൾ ഹൈക്കോടതി സമീപിക്കുകയാണ്. എനിക്കെതിരെ 153A നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 153A വകുപ്പ് ചുമത്തിക്കൊണ്ട് ഞാൻ ഇപ്പോഴും കുറ്റക്കാരനാണ്. ഈ സമയത്ത് പോലും ഞാൻ അതിൽ പ്രതിയായി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഞാൻ എന്താക്കിയിട്ടുള്ളത്, കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ റെഡ് എൻകൗണ്ടർ ആയാലും റെഡ് ബറ്റാലിയൻ ആയാലും അമ്പാടിമുക്ക് സഹാക്കളായാലും ഇവരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷികളാണ്. അവസാനം എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ആദ്യമായി ഇട്ട് എന്ന് പറയുന്ന പോലീസ് പറയുന്ന റിബേഷ് പോലും ഇതിൽ സാക്ഷിയാണ്. റിബേഷിന് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ റിബേഷ് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ റിബേഷിന് എവിടെ നിന്ന് കിട്ടിയെന്ന് പോലീസിന് ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? ഈ റിബേഷിനെ പ്രതി ചേർത്തുകൊണ്ട് FIR ഇടണം. എന്നെ പ്രതി ചേർക്കാൻ അല്ലെങ്കിൽ എനിക്കെതിരെ FIR ഇടാൻ പോലീസ് കാണിച്ച നിഷ്ക്രിയത്വം എന്തുകൊണ്ട് റിബേഷിന്റെ കാര്യത്തിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ റിബേഷിനെ പ്രതി ചേർക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചിട്ടുള്ളത്. റിബേഷിനെ പ്രതി ചേർത്ത് റിബേഷിനെ നേരത്തെ അഫ്സൽ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്ന ആളുകളല്ല എന്നുള്ളത്. അങ്ങനെയാണ് റിബേഷ് പറയട്ടെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്. റിബേഷ് പറഞ്ഞിട്ടില്ലല്ലോ. ഈ സമയം വരെ റിബേഷ് എവിടെയെങ്കിലും ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് വിചിത്രമായി കിടക്കുന്നത് പോലീസ് പറയുന്നത് റിബേഷിന് കിട്ടിയിട്ടില്ല, റിബേഷ് ഇതിൽ പ്രതിയല്ല, ഫോൺ എന്താക്കിയിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തത് കൊണ്ട് പ്രതിയല്ല ആവുന്നുണ്ടോ? ഇയാളെ പ്രതി ചേർത്തുകൊണ്ട് കസ്റ്റഡിയിൽ ചേർക്കണം എന്നുള്ളതാണ് ഈ രാത്രിയിൽ വളരെ വളരെ വാലിഡുമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പ്രേംകുമാർ,
നോക്കൂ സംഭവിച്ചത്. ഈ ചെറുപ്പക്കാരൻ 153A കേസിലെ പ്രതിയാണ്, സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കിയ കേസിൽ പ്രതിയാണ്. ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന ഉറച്ച ബോധ്യമുള്ള ആളായതുകൊണ്ട് അയാൾ അതിന്റെ പുറകെ നടന്നു. DGPയെ വരെ കണ്ടു. പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായി ഒന്നും ഉണ്ടായില്ല. ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പോലീസിന് ഇത്രയും കാര്യങ്ങളെങ്കിലും ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരുന്നത്. ഹൈക്കോടതിയിൽ പോലീസ് അറിയിച്ചതിന് പ്രകാരം ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ ആ മേഖലയിലെ സമുന്നതനായ നേതാവാണ് 2/13 ആദ്യമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നിടുന്നത്. അത്രയും പോലീസിന് ക്ലിയർ ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സംഭവത്തിൽ നോക്കൂ, വളരെ വൊളട്ടൈൽ ആയിട്ടുള്ള സിറ്റുവേഷനുള്ള ഒരു സ്ഥലമാണ് ഈ നാദാപുരം മേഖല. പലതരത്തിൽ പല കാലങ്ങളിൽ വർഗീയ ധ്രുവീകരണത്തിനും വർഗീയ കലാപങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് വെള്ളത്തെ തീപിടിപ്പിക്കാൻ പോകുന്ന ഈ പ്രചരണം ഉണ്ടായത്. അതിന്റെ വസ്തുതകൾ ഇപ്പോൾ നെല്ലും പതിരും തിരിയുമ്പോൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയാനുള്ള ബാധ്യത CPM-ന് ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? യെസ്, അഭിലാഷ് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ വളരെ വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു ഭൂമിയാണ് വടകരയുടേത്, നാദാപുരത്തിൻ്റെത്. മതങ്ങളുടെ പേരിലാണോ രാഷ്ട്രീയത്തിന്റെ പേരിലാണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റാത്ത രീതിയിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഭൂമിയാണ്. അതിന്റെ ഓർമ്മകളുള്ള മണ്ണാണ്. അവിടെ വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, അവിടെ വെച്ച് ഇലക്ഷൻ മത്സരം നടത്തുമ്പോൾ കാണിക്കേണ്ടുന്ന ശ്രദ്ധ ഒന്നുമില്ലാത്ത രീതിയിലായിരുന്നു വടകരയിൽ ഇത്തവണ നടന്നിരുന്ന ഇലക്ഷൻ ക്യാമ്പയിൻ. അതിൽ ആദ്യം മുതലേ തുടങ്ങിയ കുറേ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുടെ ഏറ്റവും അവസാനമായിട്ടുള്ള ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ കേരളം ഇപ്പോൾ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി ആരോടെങ്കിലും മാപ്പ് പറഞ്ഞ് തീർക്കേണ്ട കാര്യമല്ല, അതിനേക്കാൾ ഗൗരവമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വടകരയുടെ ഈ വൊളാറ്റിലിറ്റിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന് കാൽമുട്ട് നിലമ്പൂരിൽ നിന്ന് വേദന വന്നപ്പോൾ മുറിവ് പറ്റിയപ്പം അതിൽ തടവി കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്സിന്റെ ചിത്രം ഡിക്ക് എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്ത കേരളമാണിത്. അതിനിടയിൽ നടന്നിട്ടുള്ള ഒരു വലിയ ഒരിക്കലും എന്താ പറയാ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു അബദ്ധമാണ്, ഒരു മിസ്റ്റേക്ക് ആണിത്. അത് വളരെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്. പോലീസിന്റെ സ്വാഭാവികമായ നടപടികൾ അക്കാര്യത്തിൽ തുടരും. KK ശൈലജ ടീച്ചർ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്, അവിടുത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. അവരും പറഞ്ഞിട്ടുള്ളത് ഇത് ചെയ്തത് ആരായിരുന്നാലും അവർ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പൊ പോലീസ് ഹൈക്കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല. അതിൽ പേര് പറഞ്ഞിരിക്കുന്ന ആളുകൾ മുഹമ്മദ് കാസിം എന്ത് കുറ്റം ചെയ്തു എന്നാണോ പോലീസ് പറയാൻ ശ്രമിക്കുന്നത്, അതേ കുറ്റം തന്നെയാണ് ഇവരും ചെയ്തിട്ടുള്ളത്. കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കാസിമിന്റെ പേരിലുള്ള ഒരു നമ്പറിൽ നിന്ന് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതായിട്ടുള്ള ചിത്രം കാണുന്നു. അതേ ഒഫൻസ് തന്നെയാണ് ഈ പറയുന്ന 4 പേരും ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ നിയമപരമായിട്ടുള്ള അറിവ് വെച്ചിട്ട്. റിബേഷ് ആയിരുന്നാലും, അമലായിരുന്നാലും, മനീഷ് ആയിരുന്നാലും, അബ്ബാസ് ആയിരുന്നാലും. അല്ല, അവിടെയാണ് ഇപ്പോ പോലീസ് ശരിയായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം. ഡോക്ടർ പ്രേംകുമാർ 2/13 ആദ്യത്തെ പോസ്റ്റ് ഇട്ട റിബേഷ് രാമകൃഷ്ണനും അതിനുശേഷം പോസ്റ്റ് ഇട്ട ആളുകളും ഒക്കെ സാക്ഷികളാണ്. വഹാബ് സൺ ഓഫ് അബ്ദു, അദ്ദേഹമാണ് ലോകം കാത്തിരുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ. അത് വെളിവായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം 23-ാം സാക്ഷിയാണ്. റിബേഷ് രാമകൃഷ്ണൻ 22-ാം സാക്ഷിയാണ്. ഈ പോരാളി ഷാജിയുടെ പോസ്റ്റ് റിമൂവ് ചെയ്യാത്തത് കൊണ്ട് ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെ ഒക്കെ ഉടമസ്ഥരായ മെറ്റ ഇങ്ക് കേരള പോലീസിന്റെ പ്രതിപട്ടികയിൽ 3-ാം പ്രതിയായിട്ടുമുണ്ട്. അല്ല, എനിക്ക് സംശയമുണ്ട് അഭിലാഷ് ഈ പറയുന്നതിലും പോലീസ് അവിടെ പറയുന്നതിൻ്റെ അകത്തുള്ളത്. ഒന്ന് സാക്ഷിയായി ചേർത്തു എന്നുള്ളത് പിന്നെ അവരെ പ്രതികളാക്കുന്നതിൽ പ്രശ്നമില്ല, ഫർദർ എൻക്വയറി ചെയ്യാവുന്നതാണ്. ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഡിജിറ്റലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു ഇമേജ് നിലവിൽ കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു 24-48 മണിക്കൂർ കൊണ്ട് അതിന്റെ സോഴ്സും അത് വന്നിട്ടുള്ള റൂട്ടും ഐഡന്റിഫൈ ചെയ്യാൻ ടെക്നിക്കലി പോലീസിന് പറ്റുമെന്നാണ് എൻ്റെ അറിവ്. ടെക്നിക്കലി പറ്റും. പക്ഷേ അത് നിയമപരമായിട്ട് ഒരു കോർട്ടിന് മുന്നിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ അതിന് മെറ്റയുടെ വെരിഫിക്കേഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. റിബേഷിന്റെ ഫോണിലേക്ക് ഈ ഇമേജ് വന്നത് എവിടെ നിന്നാണ്, ഏതൊക്കെ ഡിവൈസിലൂടെയാണെന്നുള്ളത് ടെക്നിക്കലി പോലീസിന് കണ്ടെത്താൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ഇതിൽ വളരെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിങ്ങിന് വേണ്ടിയിട്ടാവണം, ഒരു ചാർജ് ഷീറ്റ് ഫ്രെയിമിങ്ങിന് വേണ്ടിയിട്ടാവണം പോലീസ് ഈ അവസരം, ഈ സമയം എടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഇതിൻ്റെ അകത്ത് ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇതിൻ്റെ അകത്ത് ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നിലവിൽ കേരളത്തിലെ സർക്കാരോ ആഭ്യന്തര വകുപ്പോ അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഇദ്ദേഹം കാസിം വളരെ വളരെ ധീരമായിട്ട് തന്നെ ഇതിന്റെ പിറകെ ഇത്രയും സ്റ്റേൺ ആയിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടും അവിടുന്ന് ജയിച്ച MP ഷാഫി പറമ്പിൽ അതിന്റെ കൂടെ ഉണ്ട്. ഇന്ന് VD സതീശനൊക്കെ പറയുന്നു ഇതിൽ അവസാനത്തെ പ്രതിയെ കണ്ടുപിടിക്കുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ പിറകെ തന്നെ ഉണ്ടാവുന്നു. ശൈലജ ടീച്ചറും പറയുന്നു അത് തന്നെയാണ്. അപ്പൊ അത്രയും സ്റ്റേൺ
വർഷങ്ങളായിട്ട് രാഷ്ട്രീയ കേരളം പിറകെ കൂടുന്ന ഒരു കേസ് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് പ്രതികളെ പിടിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികളെ പിടിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. ഇത് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു അപകടമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പ്രമാദമായ ഒരു കാര്യമാണ്. ശ്രീ രാജു പി നായർ, ഇവിടെ ഇപ്പോൾ റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണന്റെ റെഡ്മി നോട്ട് 7 ഫോണിൽ നിന്ന് റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ 25-ാം തീയതി 2:13 ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. പിന്നെ മെറ്റയോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഇത് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നതിൻ്റെ സൂചനയാണോ? പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അവസാന ഭാഗം 14-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ് ഈസ് ഗോയിങ് ഓൺ പ്രോപ്പർലി ആൻഡ് ഫെയർലി ബൈ അഡോപ്റ്റിംഗ് സയന്റിഫിക് മെത്തേഡ്സ് എന്നാണ്. അങ്ങനെ ശാസ്ത്രീയമായും സമഗ്രമായും ഇത് കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷെ, അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ തരവില്ലല്ലോ. കാരണം ഇപ്പം അഭിലാഷും ശ്രീ പ്രേംകുമാറും ഒക്കെ പറഞ്ഞ പോലെ വടകരയുടെ ഒരു സാഹചര്യം നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യാജ പ്രചരണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്കെതിരെ യൂത്ത് ലീഗിൻ്റെ കാസിമിനെതിരെ കേസെടുക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കാസിം ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഹൈക്കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ ഇത് ശശികല ടീച്ചർക്കെതിരെയും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 153A പോലെ അനന്ത വിസ്മൃതിയിലാണ്ടി പോവില്ലായിരുന്നോ ഈ കേസ്? ആ സമയത്ത് രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം വിസ്മൃതിയിലായി പോകുമായിരുന്നൊരു കേസാണ്. വടകരയിൽ ആ മുറിവ് എന്നും നിൽക്കുമായിരുന്നു. അവിടെ കാസിം നടത്തിയ പോരാട്ടമാണ് ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വേദിയിലെത്തിക്കുന്നത്. അതിന് പോലീസ് അത്രയും ഒരു വോളട്ടൈൽ സിറ്റുവേഷനുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു വ്യാജ പ്രചരണത്തിനെതിരെ ഉണർന്ന് പ്രവർത്തിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സ്വമേധയാ ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ അഭിലാഷ് പറയുന്ന ഇവർ ഫെയർ ആണെന്നുള്ള കാര്യം നമുക്ക് പറയാമായിരുന്നു. അതില്ല. അല്ല, ഞാൻ പറഞ്ഞതല്ല, രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതാണ്. അഭിലാഷ് ചോദിച്ച ഏറ്റവും അല്ല അതെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അഭിലാഷ് ചോദിച്ചുകൊണ്ട് ഞാൻ അഭിലാഷിന് മറുപടിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നോക്കൂ, ഈ വളരെ നമ്മൾ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടന്നാൽ പോലീസ് കണ്ടെത്തി ചെല്ലാവുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ലിങ്ക് ഏതാണെന്ന് കണ്ടു. ആ ലിങ്കിലുള്ള ആളെ പിടിച്ചു കഴിഞ്ഞു, ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആ ചോദ്യം ചെയ്ത ആൾക്ക് ഇതിന് മറ്റു സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് പറയാൻ ആയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹമല്ല ഉണ്ടാക്കിയത് എങ്കിൽ പോലും ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വ്യക്തിയാണ് ഇതിനാദ്യമായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? അയാൾക്കെതിരെ ഇതേ കേസ് 153A കേസെടുക്കണ്ടേ? ഇനി നോക്കൂ, നമ്മൾ മുഖമില്ലാത്ത ആൾക്കാരെയൊക്കെ പറഞ്ഞ് ഇപ്പൊ ചെറിയ മുഖങ്ങൾ വഹാബും ഒക്കെ ആയിട്ട് ഹൃദയഷും ഒക്കെ ആയിട്ട് മുഖങ്ങൾ തെളിഞ്ഞു വരുന്നു. നിൽക്കൂ, അവിടെ മാത്രം കൊണ്ട് തീരുന്നില്ലല്ലോ. വടകരയിൽ ഇതിനു ശേഷം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരൻ, ആ വടകര 1.25 ലക്ഷം വോട്ട് 1,10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ചെറുപ്പക്കാരൻ, ചരിത്രത്തിൽ ഇന്ന് വരെ ഞാനോ അഭിലാഷോ പ്രേമനോ CPIയുടെ പ്രതിനിധിയോ ഒന്നും ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ലാത്ത, മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന രാഷ്ട്രീയം മാത്രം പറഞ്ഞിട്ടുള്ള ഷാഫി പറമ്പിലിനെ KK റഹീം റഹീം എന്താ വിളിച്ചത്? രാഷ്ട്രീയത്തിലെ വിഷം എന്നല്ലേ വിളിച്ചത്? അദ്ദേഹത്തിന് ആ മുഖമുള്ള റഹീമിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ഈ KK ലതിക എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇത് ഷെയർ ചെയ്തല്ലോ, അവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? KK ലതിക ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് മതേതരത്വം തകരാതിരിക്കാനാണെന്ന് ന്യായീകരിച്ച മന്ത്രി MP രാജേഷ് ഉണ്ട്. അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? CPIന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, KK ശൈലജ ടീച്ചറെ നമ്മൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും പലരും ചില ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. അവര് ഈ തെരഞ്ഞെടുപ്പിൽ അവരായിരുന്നു ഇതിന്റെ ഗുണഭോക്താവ്. അതിനാണല്ലോ അവർ ചെയ്യുന്നത്. ഗുണഭോക്താവ് അവരായിരുന്നു. അവർ ജയിച്ചോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ആ ശൈലജ ടീച്ചർ നിരുപാധികം മാപ്പ് പറയേണ്ടായിരുന്നോ ജനങ്ങളുടെ മുമ്പിൽ നിന്ന്? ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്ന ഒന്നല്ല. ഇത്തരത്തിൽ ഒരു നടന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം പോലീസാണ് അന്വേഷിച്ചിരിക്കുന്നത്. അവര് കൂടി ഭാഗമായ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചിരിക്കുക. നിരുപാധികം ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടായിരുന്നോ? ഇതൊന്നും പറയാതെ ഇന്നും അവർ പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ട് മാത്രമല്ല, മറ്റു പല സ്ക്രീൻഷോട്ട് ഉണ്ട് എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് CPIന്റെ പ്രതിനിധിയോട് എൻ്റെ കൈകൂപ്പിയുള്ള അഭ്യർത്ഥന, ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഇടതുപക്ഷം എന്ന് പറയരുത്, നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയരുത്. നിങ്ങൾ തീവ്ര വലതുപക്ഷമാണ്.
RSSനെ നാണിപ്പിക്കുന്ന, വർഗീയത പ്രചരിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷമാണ്. ശരി. ഇത് നിങ്ങൾ ആദ്യമായിട്ടല്ല, നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് ആളുടെ പേരെന്നറിയോ? EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നൊരാളുണ്ട്. 91 ജനറൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, കേരളത്തോട് ചോദിച്ചത്, നിങ്ങൾ എന്താ നമ്മുടെ ഇറാഖിലെ അദ്ദേഹത്തിന്റെ കൂടെയാണോ അതോ ബുഷിന്റെ കൂടെയാണോ? ശരി, അല്ല നമ്മൾ ഈ ചരിത്രം പറഞ്ഞു പോയാൽ ചരിത്രം പറഞ്ഞ ചർച്ച ആ മട്ടിലേക്ക് പോകും. ഓക്കെ, പോയിന്റ് വരും. തെരഞ്ഞെടുപ്പുകളിൽ ഈ കാര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച. അതിനു മുമ്പ് ഇപ്പോൾ നേരത്തെ താങ്കൾ ഷാഫി പറമ്പിലിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ ഷാഫി പറമ്പിൽ വളരെ വൈകാരികമായി പറഞ്ഞത് എന്താണോ എന്ന് കേൾക്കാം. അതിനുശേഷം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളാണോ? ഞാൻ എവിടെയാണ് എൻ്റെ പൊതുജീവിതത്തിൽ, നിങ്ങൾക്ക് എവിടെയാണ് എന്നെ ഒരു വർഗീയതയോട് ചേർന്ന് നടക്കുന്ന ഒരാളായി അനുഭവപ്പെട്ടിട്ടുള്ളത്? കേരളീയ പൊതുസമൂഹത്തിന് എവിടെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രചരണങ്ങളിലാണ് ഞാൻ തന്ന, ഏത് ഇൻ്റർവ്യൂകളിലാണ്, എൻ്റെ ഏത് പ്രസംഗങ്ങളിലാണ്, എൻ്റെ ഏത് നവമാധ്യമ പോസ്റ്റുകളിലാണ് എനിക്കൊരു മതത്തിൻ്റെ പ്ലസ് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി ഏതാ? ഞാൻ അവിടുന്ന് 3 തവണ ജയിച്ചത് എങ്ങനെയാണ്? പക്ഷെ ഞാൻ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ അറിയാൻ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണ്. അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങളുടെ ആരും ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇതുവരെ അയച്ചിട്ടുമില്ല, ഇനിയോട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആരെയും രാഷ്ട്രീയത്തിൽ കാഫിർ എന്ന് വിളിച്ച് വോട്ടിന് അർഹരല്ല എന്ന് പറയുന്നവരുടെ പട്ടികയിലേക്ക് ഒരു കാലത്തും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിൽ സൗമ്യതയുടെ ഒരു അഭിനയിക്കലുമില്ല. അതിൽ നിഷ്കളങ്കതയുടെ ഒരു മൂടുപണം ബോധപൂർവം എടുത്ത് അണിയുന്നുമില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ കളങ്കിതരല്ല. അത് കേരളീയ പൊതുസമൂഹത്തിനും വടകരയിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട ഒന്നാണ്. ഏപ്രിൽ 27 ഷാഫി പറമ്പിൽ ഈ വിഷയം വിശദീകരിച്ചതാണ് നമ്മൾ കേട്ടത്. എന്താണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടായി വരികയും ചെയ്തു. ശ്രീ മുഹമ്മദ് അഫ്സൽ, മുസ്ലിം ചെറുപ്പക്കാരെ വ്യാജ കേസുകളിൽ തീവ്രവാദ ചാപ്പ കുത്തി അകത്തിടുന്നു, അവരെ വിചാരണ പോലുമില്ലാതെ ജയിലറകളിൽ അടയ്ക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ ദേശീയ തലത്തിൽ ഉന്നയിക്കുന്ന പാർട്ടിയാണ് CPM. അങ്ങനെ വ്യാജ കേസുകൾ അല്ലെങ്കിൽ തീവ്രവാദ ചാപ്പ കുത്തി മുസ്ലിം ചെറുപ്പക്കാരെ തടവിലിടുന്നതിനെതിരെ ദേശീയ തലത്തിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള CPM കൊടുത്ത കേസിലാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു മുസ്ലിം നാമധാരി, ഒരു മുസ്ലിം ലീഗ് നേതാവ്, നിരപരാധിയായ ഒരാൾ 153A കേസിൽ പ്രതിയായത്. അയാൾ നിയമപോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ അയാളും ജയിലിൽ കിടന്നതിനെ രാഷ്ട്രീയമായി എന്ത് ധാർമ്മികതയാണ് ഇക്കാര്യത്തിൽ ഉള്ളത് എന്നത് വലിയ പ്രശ്നമാണല്ലോ. നിങ്ങൾ രാഷ്ട്രീയമായി കൂടി വിശദീകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. DYFIയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയിൽ നിന്ന് തുടങ്ങുന്ന ചെയിനാണ്. പിന്നെ കേരളത്തിലെ എത്രയോ CPM അനുഭാവികൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതെന്ന് ഓർക്കണം. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട മൊമെന്റ് ആണ് ശ്രീ അഫ്സൽ. കേരളത്തോട് കൃത്യമായി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വർഗീയ ഉദ്ദേശങ്ങളില്ല എങ്കിൽ നടന്ന കാര്യത്തിന് മാപ്പ് പറയുകയെങ്കിലും വേണം മിനിമം. അഭിലാഷേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരാൾ പ്രതിയാണ് എന്ന് മുദ്ര കുത്തുന്നതിന് വേണ്ടി ഏതായാലും സാധിക്കുന്നതല്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും വർഗീയപരമായിട്ടുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയും മറ്റ് ചില ആളുകളൊക്കെ ഇടതുപക്ഷത്തിനെതിരായി വലിയ തോതിൽ പ്രസ്താവന നടത്തി മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടല്ലോ. എന്തായിരുന്നു വടകര പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ രീതി എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയില്ലേ? മറന്നുപോകാൻ സാധിക്കുന്നതാണോ? അവിടെ വളരെ കൃത്യമായി STPI, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾ വർഗീയപരമായ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത് വർഗീയ വിദ്വേഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരാണ് റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ കട്ട് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത്? ആരാണ് പ്രവാചക നിന്ദ ഇതാ ശൈല ടീച്ചർ നടത്തിയിരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്? ശൈല ടീച്ചർക്കെതിരായി വ്യക്തിപരമായി തെറ്റായി കേട്ടാലറക്കുന്ന ഭാഷയിലുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഇവിടെ RMPയുടെ നേതാവ് ഹരിഹരൻ നടത്തിയ പ്രസ്താവന നമുക്ക് ഓർമ്മയില്ലേ? ഇവിടെ ഈ കാഫിറുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത്
ന്യായീകരിക്കാൻ ഈ വിഷയം പറയുന്നതല്ല. കാഫിർ സ്ക്രീൻഷോട്ട് നടത്തിയത് ആര് തന്നെയായാലും അവർ നിയമത്തിന്റെ മുന്നിൽ വരണം. അതാണ് നമ്മുടെ നിലപാട്. ശൈല ടീച്ചർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ബോധപൂർവമായി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF ഇടപെട്ടിട്ടുണ്ട്. അല്ല, നിങ്ങളിപ്പോ പറമ്പിലെ ചില പ്രസ്താവനകൾ അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനായിരുന്നല്ലോ ഈ സ്ക്രീൻഷോട്ടും പ്രചരിപ്പിച്ചത്. ഇവിടെ ഇപ്പോ മുഹമ്മദ് അഫ്സൽ പറഞ്ഞില്ലേ, ശൈലജ ടീച്ചർ പ്രവാചക നിന്ദ നടത്തിയെന്ന് പ്രചരിപ്പിച്ചു. ശൈലജ ടീച്ചർ ഭീകരവാദത്തെ എന്ന മട്ടിൽ മുസ്ലിങ്ങളെ നിന്ദിച്ചു എന്ന മട്ടിൽ പ്രചരിപ്പിച്ചു. ശരി, അത് ശൈലജ ടീച്ചറെ സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്. അത് അതാത് സമയത്ത് തന്നെ എതിർക്കപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ചർച്ചകളും നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെയല്ലേ ശൈലജ ടീച്ചർക്ക് എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വേണ്ടി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു. ദീനിബോധമുള്ള ചെറുപ്പക്കാരന് വേണം വോട്ട്, നമ്മുടെ ആൾക്ക് വേണം വോട്ട്, കാഫറിന് വോട്ട് കൊടുക്കരുത് എന്ന മട്ടിൽ ഒരു പ്രചരണം നടക്കുന്നു എന്ന് ഇങ്ങനെ മുഴുവൻ പ്രചരിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു മതധ്രുവീകരണം ഉണ്ടാകും. അത് ശരി, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മതക്കാരിയായ അല്ലെങ്കിൽ എൻ്റെ മതത്തിനെ പ്രതിനിധീകരിക്കുന്ന ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യാമെന്ന് ഭൂരിപക്ഷ സമൂഹം തീരുമാനിക്കണം എന്ന ഉദ്ദേശത്തിലാണല്ലോ ഈ പ്രചരണം നടന്നിട്ടുള്ളത്. അതിപ്പോൾ വ്യക്തമാവുകയാണ്. അപ്പോൾ അവരവിടെ നടത്തി എന്നുള്ളത് ഇവിടെ നിങ്ങൾ നടത്തുന്നതിനുള്ള ന്യായമല്ലല്ലോ. വടകരയിലെ ജനങ്ങൾ മതനിരപേക്ഷത ഉയർത്തി മുന്നോട്ട് വരുന്നവരാണ്. ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രസ്താവന നടത്തി ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് നേടാമെന്ന് ഇടതുപക്ഷത്തെ പോലെയുള്ള ഒരു പ്രസ്ഥാനം ചിന്തിക്കുമെന്ന് അഭിലാഷ് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുക്കേണ്ട വല്ല കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഇവിടെ ഈ വടകരയിൽ കൃത്യമായി രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. എന്നാൽ നേരെ മറിച്ച് UDFന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കിതിന്റെ എന്ത് കാര്യമുണ്ട് എന്നാണ് മുഹമ്മദ് അഫ്സൽ ചോദിക്കുന്നത്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ് പറയേണ്ടത്? അത് റിബേഷാണ് പറയേണ്ടത്. DYFIയുടെ വടകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ റിബേഷ് രാമകൃഷ്ണനാണ് ആദ്യമായി ഈ കാര്യം പോസ്റ്റ് ചെയ്തത് പോലീസിന്റെ റെക്കോർഡ് അനുസരിച്ച്. അതിനുശേഷം ആരൊക്കെ പ്രചരിപ്പിച്ചു? മുൻ MLA KK ലതിക, അദ്ദേഹം അവിടുത്തെ നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ സഹധർമ്മിണി കൂടിയാണല്ലോ. അവിടുത്തെ CPM സംവിധാനത്തിന്റെ, ഇടതുപക്ഷ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുപ്രവർത്തകർ, നേതാക്കൾ എല്ലാവരും പ്രചരിപ്പിച്ച ഒരു കാര്യമാണ്. എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടെന്ന്. അപ്പൊ ഇവരൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ? ഈ സ്ക്രീൻഷോട്ട് ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും പ്രചരിപ്പിക്കില്ല എന്ന നല്ല ഉറപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. KK ലതികക്ക് ഉത്തരവാദിത്വം ഇല്ലേ? KK ലതിക ഉത്തരവാദപ്പെട്ട പ്രവർത്തകയല്ലേ? KK ലതിക കുറ്റാടി മുൻ MLA അല്ലേ? MLA, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഫേസ്ബുക്കിനകത്ത് ആ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു മാപ്പ്, ഖേദപ്രകടനം എന്തെങ്കിലും ഈ നിമിഷം വരെ എന്റെ അറിവിലില്ല. സംബന്ധിച്ചും അപ്പൊ ഉത്തരവാദപ്പെട്ട ആരും നടത്തിയിട്ടില്ല എന്ന് പറയരുത്. KK ലതിക അടക്കമുള്ള നേതാക്കൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നൂറുകണക്കിന് CPM പ്രൊഫൈലുകൾ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് പറയരുത്. നിങ്ങളുടെ പ്രൊഫൈലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. വടകരയ്ക്ക് പുറത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. KK ലതിക എന്ന മുൻ MLA പ്രചരിപ്പിച്ചിട്ടുണ്ട്. സകലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് പറയാൻ പൂർത്തീകരിക്കാൻ ഒന്ന് അനുവദിക്കണം. ഇവിടെ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് UDF തികഞ്ഞ വർഗീയപരമായിട്ടുള്ള പ്രചരണത്തിനാണ് നേതൃത്വം കൊടുത്തത്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്ക്രീൻഷോട്ട് വന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊന്നും പ്രചരിപ്പിക്കരുതേ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞാൽ അവരെ കുറ്റക്കാരായി കാണാൻ വേണ്ടി സാധിക്കില്ല. ആരാണ് ഈ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത്? ഇതിന്റെ ഉറവിടം എവിടെയാണ്? ഇതിനെ സംബന്ധിച്ചാണ് പുറത്തു വരേണ്ടത്. പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ആരെങ്കിലും ഏതെങ്കിലും DYFIയുടെ ഭാരവാഹി റിബേഷ് രാമകൃഷ്ണൻ പറയണം. എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? സമൂഹത്തോട് ചോദിച്ചാൽ അവരെങ്ങനെ പറയും? റിബേഷ് രാമകൃഷ്ണനാണ് ആദ്യമായിട്ട് ഇത് പോസ്റ്റ് ചെയ്തത് പോലീസിന്റെ കണ്ടെത്തലനുസരിച്ച്. അപ്പൊ റിബേഷ് രാമകൃഷ്ണനോട് ചോദിക്കണം ഉറവിടം എന്താണെന്ന്. കേരള പോലീസ് ചോദിക്കണം. അത്രയേ ഉള്ളൊരു കാര്യത്തിൽ. ശ്രീ കാസിം, വടകര തെരഞ്ഞെടുപ്പ് കേരളത്തിലെ 19 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങേയറ്റം വർഗീയമായ നിരവധി പ്രചരണങ്ങൾക്ക് വേദിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ തന്നെ കുറെ അധികം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. മാതൃഭൂമിയുടെ തന്നെ ഒരു കാർഡ് വ്യാജമായി സൃഷ്ടിച്ച് KK
ശൈലജയെ അവഹേളിക്കുന്ന തരത്തിൽ അവർ മതപരമായ നിലയിൽ ഉള്ള ചില കാര്യങ്ങൾ പറഞ്ഞതായി ഒക്കെ പ്രചരിപ്പിച്ചു. ഇങ്ങനെ വർഗീയമായ ആളുകളെ ഭിന്നിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പാണ് താങ്കളുടെ പേരിൽ ഇങ്ങനെയൊരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുകയും വലിയ തോതിൽ അത് ചർച്ചയാവുകയും പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് എങ്കിലും ഇപ്പോൾ വടകര മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകുമോ? അതിനുശേഷം CPM-ഉം ലീഗും തന്നെ മുൻകൈയെടുത്ത് പരസ്പരം യോഗങ്ങളൊക്കെ ചേരുകയും അതുപോലെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുകയൊക്കെ ചെയ്തു. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഇതുപോലെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിൽ ഇലക്ഷൻ്റെ തുടക്കം മുതൽ ഷാഫി വർഗീയവാദിയാണ് എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥിക്ക് എതിരെയും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഏത് തരത്തിലുള്ള പോസ്റ്ററുകൾ വന്നാലും വർഗീയപരമായിട്ടുള്ള പോസ്റ്ററുകൾ വന്നാൽ അതിനെ തള്ളിപ്പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗും UDF-ഉം എക്കാലത്തും. ഈ സാഹചര്യത്തിൽ ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്ന, നേരത്തെ അഫ്സൽ ഇവിടെ സൂചിപ്പിച്ചു, ഇത് തെളിയണം, ഞങ്ങളും പറയണം, തെളിയണമെന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് അവസാനം എത്തി നിൽക്കുന്നത്? വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് എന്ന് പറയുന്ന ആളുടെ പേരിലേക്കാണ്. റിബേഷാണ് ഇത് പറയേണ്ടത്. ആരാണ് റിബേഷിന് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ റിബേഷിന് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ റിബേഷ് സ്വന്തമായി ഉണ്ടാക്കിയതാണോ എന്നുള്ളത് റിബേഷ് വ്യക്തമാക്കണം. ഞാൻ പറയുന്നത് ആര് ചെയ്താലും, ആര് പ്രചരിപ്പിച്ചാലും, UDF ആയാലും LDF ആയാലും ആര് പ്രചരിപ്പിച്ചാലും ഇത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഇങ്ങനെയൊരു വർഗീയ കാർഡ് CPM എന്തിനിറക്കി, അതും എൻ്റെ പേരിൽ ഇറക്കിയത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇതുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. നേരത്തെ അഫ്സൽ സൂചിപ്പിച്ചു, ഞങ്ങളെ പോലീസല്ലേ അന്വേഷിക്കുന്നത്, ഞങ്ങളല്ലേ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഒരിക്കലുമല്ല. ഞാനിത് ഹൈക്കോടതിയിൽ പോയി അതിൻ്റെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയിട്ടുള്ളത്. ഏത് FIR നോക്കിയാൽ നമുക്കറിയാം, ഒരു ആളെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് മുഴുവനായിട്ടും ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൊടുക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും കാണാറുണ്ട്. ഈ കേസിൽ ഈ സമയം വരെ ഈ 22 പ്രതിയായിട്ടുള്ള റിബേഷ് ആയാലും, 23-ാം പ്രതിയായിട്ടുള്ള മനൂബായാലും, 24-ാം പ്രതിയായിട്ടുള്ള അമലായാലും, 25-ാം പ്രതിയായിട്ടുള്ള അബ്ബാസ് എന്ന് പറയുന്ന അബ്ബാസ് ആയാലും അവരുടെ ഒന്നും അഡ്രസ്സ് ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് പോലീസിൻ്റെ ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പോലീസ് എന്തിനാണ് ഇങ്ങനെയുള്ളവരെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കുന്നത്? എനിക്കെതിരെ 153 ഉപയോഗിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട്, വകുപ്പ് ചേർത്തുകൊണ്ട് കേസെടുക്കാൻ പോലീസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവസാനം എത്തി നിൽക്കുന്ന റിബേഷ് അടക്കമുള്ള ആളുടെ പേരിലേക്ക് 153. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഉണ്ടാക്കിയ ആളായാലും പ്രചരിപ്പിച്ച ആളായാലും ഇത് കുറ്റക്കാരൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു 4 പേരിലും ഇതുവരെ FIR ഇട്ട് ഇവരൊക്കെ മാപ്പ് സാക്ഷികളാണ്. അവസാനം എത്തി നിൽക്കുന്ന ഈ റിബേഷ് പോലും മാപ്പ് സാക്ഷിയായി നിൽക്കുകയാണ്. വിചിത്രമായൊരു വാദമാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെയൊരു വാദം നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് CPM ഹാൻഡിലുകളാണ്. UDF-ൻ്റെ ഏതെങ്കിലും ഒരു ഹാൻഡിലുകളിൽ ഇത് പ്രചരിപ്പിച്ചതായിട്ട് ഈ സമയം വരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് പ്രചരിപ്പിച്ചതും ഇതിൻ്റെ ഗുണഭോക്താക്കളാവാൻ വേണ്ടി വടകരയിലെ 4 വോട്ടിന് വേണ്ടി CPM ഉണ്ടാക്കിയ ഈ വർഗീയ ധ്രുവീകരണ കാർഡ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ഇലക്ഷൻ കഴിഞ്ഞ് 28-ാം തീയതി DYFI വടകര മേഖലാ കമ്മിറ്റിയും LDF വടകര മേഖലാ കമ്മിറ്റിയും വടകരയിൽ വലിയ പൊതുയോഗം നടത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ വർഗീയ വിഷമാണ് എന്ന് പറഞ്ഞ് ഒരു MP പ്രസ്താവന നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പരിപാടി നടത്തിയ ആളാണ് ഇപ്പം നിലവിൽ ഇതിൽ പ്രതിയായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിചിത്രമായി നിൽക്കുന്ന ഒരു സത്യം. അപ്പോൾ ഈ പരിപാടി നടത്തുക, ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള വർഗീയ ധ്രുവീകരണം നടത്തുക, അതിന് മറുഭാഗത്ത് ഇതിന് എതിരെയുള്ള പരിപാടികൾ നടത്തുക, എന്നിട്ട് ഞങ്ങളൊന്നുമല്ല, ഞങ്ങളിതറിയില്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് CPM അവസാനിപ്പിക്കണം. ഇത് കണ്ടിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശൈല ടീച്ചർ അടക്കം ഉള്ള ആളുകൾ ഇതിനെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശൈല ടീച്ചർ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിനെതിരെ പാർട്ടിയിൽ കൃത്യമായ നിയമ പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയിൽ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ പ്രചരണം നടത്തിയിട്ടുള്ള CPM വടകരയിൽ ഈ പരിപാടി കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരു മാസത്തോളം ഈ പരിപാടികൾ വടകരയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ റാലികൾ നടത്തിയ ആളുകളുണ്ട്, ജാഥകൾ നടത്തിയ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. എനിക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. മടങ്ങിയെത്താം. ശ്രീ പ്രേംകുമാർ, നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കാം. പൊളിറ്റിക്കലി, രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ CPM-ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടതായ കാര്യങ്ങളില്ലേ? CPM കേരളത്തിലെ വലിയ മതനിരപേക്ഷ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അണികളുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കാസിം സൂചിപ്പിച്ചതുപോലെ വടകരയിൽ വർഗീയതയ്ക്കെതിരെ മഹാസമ്മേളനം നടത്താൻ
ഒരുമ്പിട്ടിറങ്ങിയ അതിന്റെ മുഖ്യ സംഘാടകനായ ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് ഇതിന് തിരികൊളുത്തിയതെന്ന് പോലീസ് തന്നെ പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വം ആ പാർട്ടിയെ സംബന്ധിച്ചില്ലേ? ആ പാർട്ടിയുടെ MLA ആയിരുന്ന ആ മേഖലയിലെ പ്രധാനപ്പെട്ട നേതാവായ KK ലതികയാണ് ഇത് ഷെയർ ചെയ്ത ആളുകളിൽ ഒരാൾ. അവർ അത് പിൻവലിച്ച് ഏതെങ്കിലും ഖേദപ്രകടനം നടത്തിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയി. മതനിരപേക്ഷ സമൂഹത്തിന് ഞങ്ങൾ ഉറപ്പു തരുന്നു, ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് രാഷ്ട്രീയമായി കേരളത്തോട് പറയേണ്ട ബാധ്യത ആ പാർട്ടിക്കുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയും എന്നും പറഞ്ഞിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു 3 ആഴ്ച മുമ്പ് റിപ്പോർട്ടർ TV-യിൽ നികേഷ് കുമാർ നയിച്ച ചർച്ചയിൽ അന്ന് CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ശൈലജ ടീച്ചറുടെ ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ ലീഡ് ചെയ്തിരുന്ന സഖാവ് KT കുഞ്ഞിക്കണ്ണൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാർഡ് ശരിയല്ല എന്ന് പറയാനാണെങ്കിൽ പോലും KK ലതിക ടീച്ചർ അത് പ്രചരിപ്പിച്ചത് നിയമപരമായി തെറ്റാണ്, ഒരു കാരണവശാലും പാർട്ടി അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. ഒരു കാരണവശാലും കോൺഗ്രസിനോ CPM-നോ മുസ്ലിം ലീഗിനോ പോലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് പൊളിറ്റിക്കലി ഓൺ ചെയ്യില്ല, ഡിസോൺ ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ നോക്കൂ. അതായത് വടകരയിൽ ജയിച്ച ഷാഫി ആയിരുന്നാലും, ചേലക്കരയിൽ നിന്ന് ജയിച്ച സഖാവ് രാധാകൃഷ്ണൻ ആയിരുന്നാലും, പൊന്നാനിയിൽ ജയിച്ച സമദാനി ആയിരുന്നാലും, ഇവർ 3 പേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പാർലമെന്റിൽ ഒന്നിച്ചിരുന്ന് വർഗീയ പ്രചരണങ്ങൾക്കെതിരെ 100-ലധികം ഹെയ്റ്റ് സ്പീച്ച് ആണ് മോദി ഈ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് നടത്തിയതെന്ന് ഇപ്പോൾ കണക്ക് വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ഇതിനെതിരെ ഒന്നിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. പൊളിറ്റിക്കലി അത്തരം ഒരു ഐക്യമുള്ള സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വളരെ കുൽസിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തെളിഞ്ഞു വരുന്നു. ആ തെളിഞ്ഞു വരുന്ന സമയത്ത് ചെയ്യാനുള്ള കാര്യം പോലീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുകയും പോലീസിനെ കംപ്ലീറ്റ് എംപവർ ചെയ്യുകയും ചെയ്തിട്ട് ഇതിന്റെ റൂട്ട് വരെ അടിവേര് വരെ കണ്ടെത്തിയിട്ട് ഇതിൽ ഇൻവോൾവ് ആയ ആളുകളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. കോൺഗ്രസ് ആയിരുന്നാലും CPM ആയിരുന്നാലും ലീഗ് ആയിരുന്നാലും പരസ്പര ആരോപണം ഉന്നയിക്കുന്ന കോണ്ടെക്സ്റ്റ് നിർത്തിയിട്ട് ഈ വിഷവിത്തുകൾ ഏത് പാർട്ടിയിലതായിരുന്നാലും അവരെ ഡിസോൺ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്. വിശേഷിച്ച CPM ചെയ്യേണ്ടത് ഈ ആളുകളെ പൊളിറ്റിസൈസ് ചെയ്യുക എന്നുള്ളതാണ്, രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ അഫ്സൽ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിന് ഇതിന്റെ ആവശ്യമില്ല, ചെയ്യില്ല എന്ന് പറയൽ മാത്രമല്ല, അത് താഴേക്കിടയിലെ പ്രവർത്തകർ പോലും അത് ക്യാരി ഔട്ട് ചെയ്യുന്ന കോൺഗ്രസിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. പിന്നെ ഒറ്റ കാര്യം കൂടെ, ശൈലജ ടീച്ചർ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഫേക്ക് പോസ്റ്റേഴ്സ് ഇഷ്ടം പോലെ അതിന്റെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോസും എല്ലാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കാണുന്ന ആളുകൾ അതേ കാറ്റഗറിയിലുള്ളതാണെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ പോലും ഇതിന്റെ അകത്തെ ഭാഷയും ഈ പറയലും അതിലൊരു വ്യാജം, ഒരു ഫേക്ക് സ്വഭാവം ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് വളരെ കൂടുതൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടൊന്നും ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മഹാഭാഗ്യത്തിന് ഇത് ഭയങ്കരമായ കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. അതായത് നാദാപുരത്തിന്റെയും വടകരയുടെയും ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇതിനും വലിയ കുഴപ്പം ഉണ്ടാവേണ്ടതായിരുന്നു. അതിൽ നമ്മൾ ആശ്വസിക്കുന്നു. ഇത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് CPM ആണ്. അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ലീഗിനും കോൺഗ്രസിനും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത്തരം ഒരു ചർച്ചയിലേക്ക് ഇത് പോവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്. മറ്റേതോ കാഫിറായ സ്ത്രീ. നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മളിൽ പെട്ടവനല്ലേ, ചിന്തിച്ച് വോട്ട് ചെയ്യൂ എന്ന് ഒരു മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ആൾ പോസ്റ്റ് ഇട്ടു എന്ന് പ്രചരിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? സാമൂഹിക ധ്രുവീകരണം ഉണ്ടാകും. അങ്ങനെ ധ്രുവീകരണം വോട്ട് കൊണ്ടുവരുമെന്ന ചിന്തയിലായിരിക്കാം ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായും ഡിസോൺ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതിൽ ശ്രീ രാജു പി നായർ ഒരു പ്രതീക്ഷ താങ്കൾ വെക്കുന്നുണ്ടോ? കാരണം ഈ സംഭവത്തിന് ശേഷം അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളൊക്കെ നടന്നു, അവിടെയും ചില ഗാഗ്വാ വിളികൾ ഉണ്ടായി. അതിനുശേഷം ഒരു അനുരഞ്ജന യോഗം ചേർന്നിരുന്നു. കുഴപ്പങ്ങൾ ഉണ്ടാവാതെ പിന്നീട് വടകര മുന്നോട്ട് പോയി എന്നുള്ളത് എല്ലാവർക്കും ആശ്വസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗത്ത്, രണ്ടാമത്തേത് രാഷ്ട്രീയമായി ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. മതധ്രുവീകരണം നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഉണ്ടാവാൻ അനുവദിക്കില്ല എന്ന മട്ടിലുള്ള കാര്യം ഇനി ഉണ്ടാവും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതോ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എന്താണെന്ന് അറിയില്ല, പത്രത്തിൽ ചെറുത് വായിച്ചു എന്ന മട്ടിലായിരിക്കുമോ ഇനിയും കാര്യങ്ങൾ? അത് അഭിലാഷോട് പറഞ്ഞത് അതിൻ്റെ ഒരു സൂചനയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഇത്രമാത്രം വലിയ ഒരു വിഷയത്തിലെ എന്നുവെച്ചാൽ വർഗീയ ധ്രുവീകരണം ഒരു കലാപത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇത് നടന്നല്ലോ, നവകേരള സദസ്സ് നടത്തിയപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നല്ലോ, ആ രക്ഷാപ്രവർത്തനവും അദ്ദേഹം കണ്ടിരുന്നില്ല. അതേ സമീപനമാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഒരു തരിമ്പെങ്കിലും ഈ പറയുന്നതിൽ ആത്മാർത്ഥമുണ്ടെങ്കിൽ
ഞാൻ അംഗീകരിക്കാം, തരുമ്പെങ്കിലും ആത്മാർത്ഥത. കേരള പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് പറയില്ലല്ലോ. അങ്ങനെ കേരള പോലീസിന്റെ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പേര് വന്നിരിക്കുന്ന ഈ റിതേഷ് ഉൾപ്പെടെ വഹാബ് ഉൾപ്പെടെ അല്ലെ ഡിവൈഎഫ്ഐയിൽ നിന്നും CPM നിന്നും പുറത്താക്കാൻ ഈ സമയം വരെ ഇവർ തയ്യാറായോ? ഈ സമയം വരെ ഇവർ തയ്യാറായോ? ഇത്രമാത്രം വലിയ സ്ഫോടനാത്മകമായ ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു പക്ഷേ വർഗീയതയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ രാഷ്ട്രീയമായ വിദ്വേഷം ഉണ്ടാക്കാമായിരുന്നു. വടകരയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നു. അവിടെ ഇത്രമാത്രം വലിയ കലുഷിതമാക്കാൻ കഴിയുന്ന ഒരു സംഭവം ചെയ്ത ആൾക്കാരെ ഈ നിമിഷം വരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും അച്ചടക്ക നടപടി എടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ അഭിലാഷേ, പാനൂര് 2 ബോംബ് പൊട്ടി കൈ പൊട്ടിപ്പോയ സംഭവം അറിയാലോ. എന്തിനായിരുന്നു? പോലീസിന്റെ FIR എന്തായിരുന്നു? തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. എന്താണ് പോലീസിന്റെ FIR? ആ പോലീസിന്റെ FIR തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി ബോംബ് ഉണ്ടാക്കിയ ആൾക്കാരെ പോലും സംരക്ഷിച്ച പാർട്ടിയാണ്. ഇവർ വടകരയിൽ വലിയ കോപ്പുകൂട്ടൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതിന്റെ റിസൾട്ട് മറ്റൊന്നായിരുന്നെങ്കിൽ അവിടെ വലിയ തരത്തിലുള്ള കലാപത്തിന് എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ആ സാധ്യതകൾ വടകരയിലെ ജനങ്ങൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. ശരി, ഓക്കെ. ഒരു അവസാന ചോദ്യം, സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ശ്രീ മുഹമ്മദ് അഫ്സൽ, റിബേഷ് രാമകൃഷ്ണൻ തീരെ ചെറിയ ആളല്ല. ഡിവൈഎഫ്ഐയുടെ വടകര പോലെയുള്ള സുപ്രധാനമായ സ്ഥലത്തെ ബ്ലോക്ക് പ്രസിഡന്റ് അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വർഗീയതാ വിരുദ്ധ സമ്മേളനം പോലും നടന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കാൻ പാടില്ലാത്തത്, ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്തത് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ പുറത്താക്കുമോ? ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ പുറത്താക്കാനുള്ള ആർജവം CPM-നും ഡിവൈഎഫ്ഐക്കും മറ്റു വർഗ ബഹുജന സംഘടനകൾക്കും ഉണ്ടാകുമോ? ഇവിടെ ഈ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വിധി എഴുതുന്നതിന് വേണ്ടി സാധിക്കുന്നതല്ല. ഏതെങ്കിലും വിധത്തിൽ അത് X or Y ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇവിടെ ഇപ്പോ ചില ആളുകൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള പാനലിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വല്ലാത്ത പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളൊരു ഘട്ടത്തിലും ഈ പറയുന്ന വർഗീയപരമായിട്ടുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത പാരമ്പര്യമില്ല. ഇവിടെ ആരാണ് ഈ പറയുന്ന അഴീക്കോട് മണ്ഡലത്തിനകത്ത് സിറാത്ത് പാലം കടക്കണമെങ്കിൽ അമുസ്ലിമിന് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അയോഗ്യനാകപ്പെട്ടത്? മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ആരാണ് നാദാപുരത്ത് ഈന്തുളയിൽ ബിനുവിനെ കൊലപ്പെടുത്തിയത്? ഇവിടെ വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ തുടക്കം മുതൽ അവസാനം വരെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒന്നും ചർച്ച ചെയ്ത് പോകാനുള്ള സമയമില്ല. എന്തായാലും മാതൃകാപരമായി ഈ കേസ് കേരളം പരിഗണിച്ച് ഇതിലെ പ്രതികൾക്കെല്ലാം ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ ഇതുപോലെ ഒന്ന് നമ്മുടെ രാഷ്ട്രീയത്തെ, പൊതുസമൂഹത്തെ മലീമസമാക്കാൻ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് കിട്ടും. 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.